Dear students, now we can study absolute maximum and absolute minimum. Definition. Let us take the set of real numbers and let A is a subset of R. Okay. Let A is a subset of R. And we can consider the function f from A to R. We say that f has an absolute maximum. F has an absolute maximum on A. Absolute maximum on A if there is a point alpha belongs to A such that f alpha greater than or equal to f of x for all x belongs to A. ഒരു ഫംഗ്ഷൻ ഒരു സെറ്റില് മനസ്സിലായോ, എ സബ്സെറ്റ് ഓഫ് ആർ, ആ സെറ്റില് അബ്സല്യൂട്ട് മാക്സിമം ആവണമെങ്കിൽ എന്ത് വേണം? ആ എ എന്ന് പറഞ്ഞ ആ സെറ്റിന്റെ ഉള്ളിൽ ഒരു പോയിന്റ് എങ്കിലും ഉണ്ടായിരിക്കണം. ആൽഫ എന്ന് പറഞ്ഞൊരു പോയിന്റ്, ഇവിടെ ആൽഫ നമ്മൾ എടുക്കുകയാണ്. ആ പോയിന്റില് ഫംഗ്ഷന്റെ വാല്യൂ ഏറ്റവും മാക്സിമത്തിൽ നിൽക്കണം, ഏറ്റവും ഉയർന്ന് നിൽക്കണം. അതായത് എഫ് ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ. ബാക്കിയുള്ള എക്സ് എയിൽ ഏത് പോയിന്റ് എടുത്താലും അത് അതിന്റെ വാല്യൂ എഫ് ഓഫ് എക്സ് എടുക്കുകയാണെങ്കിൽ അതെല്ലാം എഫ് ആൽഫ ആയിരിക്കണം ഏറ്റവും വലുത്, അതെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ എഫ് has an absolute minimum. F has an absolute minimum on A if there is a point beta belongs to A such that f beta is less than or equal to f of x for all x belongs to A. മനസ്സിലായോ? എഫ് ബീറ്റ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക? അബ്സല്യൂട്ട് മിനിമം എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ബാക്കി ഫംഗ്ഷൻ വാല്യൂകളെല്ലാം എഫ് ബീറ്റയേക്കാൾ കൂടുതലായിരിക്കണം, അപ്പോഴാണ് അബ്സല്യൂട്ട് മിനിമം എന്ന് പറയുക. ഇനി അപ്പൊ നമ്മൾ പറയാം പിന്നെ ആൽഫ ഈസ് we say that alpha is an absolute maximum point for f on A and beta is an absolute minimum point for f on A if they exist. അങ്ങനെ ഒരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ആൽഫ അബ്സല്യൂട്ട് മാക്സിമം എന്നും ബീറ്റ അബ്സല്യൂട്ട് മിനിമം എന്നും നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഈ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം പോയിന്റ് നീഡ് നോട്ട് ബി യുണീക്ക്ലി ഡിറ്റർമിൻഡ് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു നോക്കൂ, അബ്സല്യൂട്ട് ഒരു നോട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അബ്സല്യൂട്ട് മാക്സിമം point or absolute minimum point need not be uniquely determined. ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ അബ്സല്യൂട്ട് മാക്സിമം, അല്ലെങ്കിൽ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ അബ്സല്യൂട്ട് മിനിമം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുക്കുകയാണ് ഓൺ
the interval a -1 1 എടുക്കുക. അപ്പോൾ നോക്കി നോക്കൂ, at x equal to -1 f of x എന്താ വരിക, 1 എന്ന് വരും. at x equal to 1ലും f of x എന്താ വരും, 1 വരും അല്ലേ. മാക്സിമം നോക്കുക അതിൻ്റെ ഇടയിലുള്ള ഏത് പോയിന്റിലാണ്, ഇപ്പോൾ 1/0 ആയാലും f of 0 0 വന്നു, f of 1/2 എടുത്തു കഴിഞ്ഞാൽ 1/4 ലെസ് ദാൻ 1. അപ്പോൾ മാക്സിമം പോയിന്റ് മാക്സിമം വാല്യൂ വരുന്നത് എവിടെയാണ്, 1ൽ തന്നെയാണ് ഫംഗ്ഷന് മാക്സിമം വാല്യൂ വരുന്നത്. അത് 1ലും -1ലും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ എന്താണ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, എക്സ് ഈക്വൽ പ്ലസ് ഓർ -1 ആർ അല്ലേ അബ്സല്യൂട്ട് മാക്സിമം പോയിന്റ്സ് ഓൺ എ. ഇനി നമ്മൾ ബാക്കി നോക്കുകയാണെങ്കിൽ മിനിമം പോയിന്റ് അബ്സല്യൂട്ട് മിനിമം പോയിന്റ് ഏതാണ് നോക്കൂ, 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ f0 0 ആണ്. f of 1/2 എന്താണ് 1/4 ആണ്. f of -1/2 1/4 ആണ്. അപ്പം അവിടെ ഒന്നും പിന്നെ എന്ത് പറയാൻ പറ്റില്ല, നമുക്ക് മിനിമം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ 0 അല്ലേ ഏറ്റവും മിനിമം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, x equal to 0 is the absolute minimum on A. absolute minimum on A എന്ന് പറയാം അല്ലേ. ഇനി പിന്നെ ഇനി നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എടുക്കുക. കൺസിഡർ ദ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ h of x equal to 1 for all x belongs to R. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നോക്കി നോക്കൂ, ഈ എവരി പോയിന്റ് ഓഫ് ആർ, ഏത് ആറിലെ പോയിന്റ് എടുത്താലും അതിൻ്റെ എച്ച് ഓഫ് എക്സ് വാല്യൂ എന്താണ് 1 ആണ് അല്ലേ. നോക്കൂ, ആറിലെ ഏത് പോയിന്റ് എടുത്താലും അതിങ്ങനെ വരും അല്ലേ, 1 കൂടെ പോകും. എച്ച് ഓഫ് എക്സ് വാല്യൂ 1 ആയതുകൊണ്ട് കണ്ടോ 1 കൂടെ പോകും. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് അബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ അബ്സല്യൂട്ട് മിനിമം അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുന്നത് എന്താണ്, അല്ലേ. നമുക്ക് ഏത് പോയിന്റ് എടുത്താലും 1 കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ h of x equal to 1 for all x belongs to R is such that every point of R is both an absolute maximum and an absolute minimum point for f എന്ന് പറയാം അല്ലേ. എന്താണ്, every point of R is both an absolute maximum and an absolute minimum അല്ലേ for the function for h of x അല്ലേ, for the function h. ഇനി വേറൊരു കാര്യം നമുക്ക് നോട്ട് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ continuous function on a set does not necessarily have an absolute maximum or absolute minimum on the set. എന്താണ്, continuous function on a set A does not necessarily have an absolute maximum or an absolute minimum on the set. കണ്ടിന്യൂസ് ഫംഗ്ഷന് അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ഉണ്ടാവാൻ പറ്റില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ f(x) ഈക്വൽ ടു 1/x എടുക്കാം. നമുക്ക് f(x) ഈക്വൽ ടു 1/x നമ്മൾ ഓൾറെഡി നമ്മൾ അതിൻ്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വരിക, നമുക്ക് അടുത്ത പേജിൽ വരയ്ക്കാം. നമുക്ക് ഓർമ്മയുണ്ടല്ലേ അതിൻ്റെ ഗ്രാഫ്, അല്ലെങ്കിൽ ഇപ്പോൾ വരയ്ക്കുക നിങ്ങൾ.
1 2 3 4 5 അങ്ങനെയൊക്കെ പറഞ്ഞാൽ എടുക്കുക. ഇവിടെ 1 2 3 4 അങ്ങനെ എടുക്കാം. എന്നാൽ ഗ്രാഫ് ഇങ്ങനെ വരും അല്ലേ? ഇങ്ങനെ വരും ഗ്രാഫ്, അറിയാമല്ലോ. നോക്കൂ, ഇതിങ്ങനെ ഗ്രാഫ് ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം പോയിന്റ് എവിടെയെങ്കിലും എത്തുന്നുണ്ടോ? ഇല്ല. നോക്കൂ, ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മിനിമത്തിലോട്ട്. പക്ഷെ മിനിമം പോയിന്റ് ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പം എന്ത് പറയാം നമുക്ക്? എഫ് എക്സ് ഈക്വൽ ടു 1/x ഹാസ് നൈദർ ആൻ അബ്സല്യൂട്ട് maximum nor an absolute minimum on the set A equal to open interval 0 infinity. Okay. പിന്നെ പറയാം നമുക്ക്, there can be no absolute maximum for f on A. ഇനി നമുക്ക് ഒരു സെറ്റ് എടുക്കാം. അബ്സല്യൂട്ട് മിനിമം ഓൺ എ ഈക്വൽ ടു 0 ഇൻഫിനിറ്റി. 0 ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഇതിലെടുക്കുകയാണെങ്കിൽ 0 ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ആ ഇൻ്റർവെല്ലിൽ അബ്സല്യൂട്ട് മാക്സിമോ അബ്സല്യൂട്ട് മിനിമമോ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റും. ഇനി there can be no absolute maximum for f on A, since f is not bounded above on A. ഇനി f is not bounded above on A. ഇതിൽ ബൗണ്ടഡ് എബവ് അല്ല അല്ലേ? എയിൽ ബൗണ്ടഡ് എബവ് അല്ല അല്ലേ? ഇനി നമുക്ക് പറയാം എഫ് ഈസ് ബൗണ്ടഡ് ബിലോ ആണ് വെച്ചാൽ പോലും, അതായത് എല്ലാ വാല്യൂസും 0-നേക്കാൾ കൂടുതലാണ്. ദർ ഈസ് നോ പോയിന്റ് അറ്റ് വിച്ച് എഫ് അറ്റൈൻസ് ദ വാല്യൂ 0. 0 അറ്റൈൻ ചെയ്യുന്ന ഏതെങ്കിലും പോയിന്റിൽ 0 വരുമോ? ഇല്ല അല്ലേ? ഈവൺ ദോ അപ്പം ഞാൻ പറയാം എഫ് ഈസ് bounded below but there is bounded below എന്ന് വെച്ചാൽ എഫിൻ്റെ വാല്യൂ 0-നേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതാണ് ബൗണ്ടഡ് ബിലോ ആണ്. but there is no point at which f attains the value 0 equal to infimum of set f of x such that x belongs to A. ഇനി നമുക്ക് വേറൊരു ഇൻ്റർവെൽ എടുത്ത് നോക്കാം. 0-1 എന്ന് പറഞ്ഞ ഇൻ്റർവെൽ എടുത്താലും എന്താണ് ഫംഗ്ഷന് അബ്സല്യൂട്ട് മാക്സിമോ അബ്സല്യൂട്ട് ഓപ്പൺ ഇൻ്റർവെൽ 0-1 എടുത്തു കഴിഞ്ഞാലും അതിലും എന്താണ് അബ്സല്യൂട്ട് മാക്സിമമോ അബ്സല്യൂട്ട് മിനിമമോ ഉണ്ടാവാൻ പറ്റില്ല. ഇനി ബട്ട് ഇറ്റ് ഹാസ് ആൻ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആൻ അബ്സല്യൂട്ട് മിനിമം വെൻ ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ദ സെറ്റ് 1 2. 1 2 എന്ന് പറഞ്ഞ സെറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് പറയാം അല്ലേ? എഫ് ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്താണ് 1/1 വന്നു. എഫ് ഓഫ് 1 2 2ൽ എന്താ വരിക? 1/2 വരും അല്ലേ? അപ്പോൾ അതിൽ വരുമ്പോൾ നമുക്ക് പറയാം അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ഉണ്ടാവാൻ പറ്റുന്നു. ബാക്കി 0-1 ഓപ്പൺ ഇൻ്റർവൽ 0-1 എടുക്കുമ്പോൾ പറ്റില്ല. പക്ഷേ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1ൽ എഴുതട്ടെ ഞാനിവിടെ. ബട്ട് f has an absolute maximum and absolute minimum in the closed interval 1 2. Okay, fx equal to 1/x has an absolute maximum but no absolute minimum when restricted to the set
അതുപോലെ പല സെറ്റ് എടുത്ത് നോക്കാം നമുക്ക്. ക്ലോസ്ഡ് ഇൻ്റർവെൽ, യു ക്യാൻ ചെക്ക് വെദർ വാട്ട് ഹാപ്പൻസ് വെൻ വി ടേക്ക് the closed open interval 1 infinity and open closed interval 1 infinity. ഇതെല്ലാം എടുത്ത് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ ഓപ്പൺ ഇൻ്റർവെൽ 1 ഇൻഫിനിറ്റി, ഇതെല്ലാം എടുത്ത് നോക്കുക. എന്നിട്ട് എന്താ ഉണ്ടാവുകയാണ്, അബ്സല്യൂട്ട് മാക്സിമം ഉണ്ടാവുമോ, അബ്സല്യൂട്ട് മാക്സിമം മിനിമം ഉണ്ടാവുമോ എന്നെല്ലാം ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും മതി ഇന്ന് കേട്ടോ.